ഇനി അടുത്തത് കോണ്ടാക്ടർ എന്ന് പറയുന്നൊരു, ഇത് A1 എന്നും A2 എന്നും ഇങ്ങനെ കൊടുത്തിരിക്കും. ഇതിനകത്താണ് നമ്മൾ 2 ഫേസ് അപ്പുറം കൊടുക്കും. ഒരു R ഫേസ്, ഒരു Y ഫേസ്, അല്ലെങ്കിൽ വൈയോ ബിയോ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇത് ഇലക്ട്രോ മാഗ്നറ്റാണ്. അതായത് താൽക്കാലിക, നമ്മൾ പണ്ട് കാളിംഗ് ബെല്ലിൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ ഒരു താൽക്കാലിക ഒരു കാന്തം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്ലഞ്ചറുണ്ട്. ഇങ്ങനെ കോണ്ടാക്റ്റ് 1 2 3 4. ഇവിടെ ഒരു ഫേസ് R, അടുത്ത Y ഫേസ്, അടുത്ത RYB ഫേസ്. ഇത് നേരെ മോട്ടർ. അപ്പോൾ ഇവിടെ 440 വോൾട്ട് കൊടുക്കുമ്പോൾ ഇത് ആക്ടിവേറ്റ് ആയിട്ട് ഇതിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും, ഈ കാണുന്ന ലിവർ. അപ്പോൾ ഇത് വന്ന് ഞാൻ ടച്ച് ചെയ്യും, എല്ലാം ടച്ച് ചെയ്യും. ടച്ച് ചെയ്യുമ്പോൾ നേരിട്ട് 3 ഫേസ് സപ്ലൈ മോട്ടറിൽ കിട്ടി, മോട്ടർ വർക്കാവും. ഇതിനെ ഹോൾഡ് ഓൺ കോണ്ടാക്റ്റ് എന്ന് പറയും. ഇത് ഹോൾഡ് ഓൺ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ആക്സിലറി കോണ്ടാക്റ്റ് എന്ന് പറയും. അതായത് ഈ ഓൺ ഓഫ് സ്വിച്ച്, NO സ്വിച്ച്, അതായത് ഗ്രീൻ സ്വിച്ച് ഇതെന്ന് പറഞ്ഞാൽ ഇതിനെ അറിയപ്പെടുന്നത് എന്താണ്? NO എന്നല്ലേ, നോർമലി ഓപ്പൺ ആണ്. ഇത് കൈ എടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ അങ്ങ് കട്ടാവും. അപ്പോഴങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിന് സപ്ലൈ കിട്ടാതെ വരും. സപ്ലൈ കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇത് ഓഫാവും. അങ്ങനെ ഓഫ് ആവാതിരിക്കാനായിട്ട് ഇവിടെ നിന്ന് നേരെ കൊണ്ടുവന്നൊരു സപ്ലൈ ഇതിൽ കൊടുക്കും. അതാണ് ചെറിയൊരു നീല വയർ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന മർമ്മ പോയിൻ്റ് എന്ന് പറയുന്നത്. R ഫേസ്, Y ഫേസ്, B ഫേസ് അത് നേരെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ വഴി നേരെ മോട്ടറിൽ വന്നു. പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ ഹോൾഡ് ഓൺ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ആക്സിലറി കോണ്ടാക്റ്റ്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് തണ്ട ഒരു ഫേസ് കൊടുത്തിട്ടിരിക്കുക, അതായത് കോണ്ടാക്റ്റിൻ്റെ അകത്ത്. പിന്നെ അടുത്ത ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NC വഴി NO വഴി നേരെ ഇങ്ങനെ വന്നിരിക്കും. പക്ഷേ ഈ NOയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൈ വിട്ട് കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ അതായത് ഓപ്പണാവും. അപ്പോൾ ഓപ്പണായി കഴിഞ്ഞാൽ ഈ കോയിലിന് സപ്ലൈ കിട്ടാതെ വരും. അപ്പോൾ ആ സപ്ലൈ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ബൈപ്പാസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് ഈ ആക്സിലറി കോണ്ടാക്റ്റ് വഴി ആ ഫേസ് ഇങ്ങനെ കിട്ടും, ഈ ഫേസ്. കാര്യം ഇത് കൈവിട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ഓണാവും. സ്റ്റാർട്ട് ബട്ടൺ നോർമലി ഓപ്പൺ, അത് നോർമലി ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും. ഇത് പിന്നെ ഓവർലോഡ് പ്രൊട്ടക്ഷനാണ്. അതായത് ഓവർ കറണ്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ബൈമെറ്റാലിക് സിസ്റ്റമൊക്കെ ഉണ്ട്, അത് ആക്ടിവേറ്റ് ആയിട്ട് മോട്ടറിലേക്കുള്ള സപ്ലൈ കട്ടാവുന്ന ഒരു സിസ്റ്റം. അതാണ് അവിടെ ആദ്യമേ കാണുന്നത്, ഒരു കോയിൽ പോലെ, ഓവർലോഡ് കോയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു DLO സ്റ്റാർട്ടിനകത്തുള്ളത്. NC NO ഇതിപ്പോൾ എന്താ അങ്ങോട്ട് അമർത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ സപ്ലൈ ഇതുവഴി കയറി നേരെ ഈ കോയിൽ വരും. ഇവിടെ നിന്ന് വേറൊരു സപ്ലൈ വന്നു അല്ലേ, ഇത് Y സപ്ലൈ ഇവിടെ വന്ന്, B സപ്ലൈ ഇവിടെ വന്നു. ഇത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് ഇതെല്ലാം ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നേരെ എല്ലാത്തിനും സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ കൈയ്യങ്ങ് എടുക്കും. കൈ എടുത്തു കഴിഞ്ഞാൽ കട്ടായി. അപ്പോൾ പിന്നെ ഇതിന് കോയിലിന് സപ്ലൈ വേണ്ടേ, അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചെറിയ ബൈപ്പാസ്. ഇതൊരു ആക്സിലറി കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഹോൾഡ് ഓൺ കോണ്ടാക്റ്റ് എന്ന് പറയും.
ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വർക്കിംഗ് എന്ന് പറയും.